ولا أن تحميني يا الله ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടു അദ്ദേഹത്തിനോട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط فلا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان ബുദ്ധിമുട്ടിലാക്കുന്ന കുഴപ്പങ്ങളുണ്ടാവും. നിങ്ങളുടെ തലമുറകളെ അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങളുണ്ടാകും. നിങ്ങളുടെ ചുറ്റുപാടുകളെ വല്ലാതെ പ്രതിസന്ധിയിൽ നിർത്തുന്ന, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത എത്ര പ്രതിസന്ധികളിലാക്കുന്ന നിരവധിയായ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും ലോകത്ത് വരാൻ പോവുകയാണ്. സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ മൽ മഖ്റജു മിൻഹാ, അതിൽ നിന്നുള്ള മോചിക്കാനുള്ള മോചനത്തിനുള്ള വഴി ഏതാണ്? ആ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണ്? മറുപടി ഒന്നേ ഉള്ളൂ, കിതാബുല്ലാഹ്. അത് അല്ലാഹുവിന്റെ ഖുർആനാണ്, വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മാർഗമാകുന്നത്? ആ ഖുർആനിൽ നിങ്ങളുടെ മുൻഗാമികളുടെ കഥകൾ അല്ലാഹു പറയുന്നുണ്ട്. ഫീഹി നബഉ മൻ ഖബലകും വഖബറു മാ ബഅദകും. നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരെ കുറിച്ചുള്ള പ്രതീക്ഷ ആ വിശുദ്ധമായ കലാമിലുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്ത് കുഴപ്പമുണ്ടായാലും വഹുക്കുമു മാ ബൈനകും, നിങ്ങൾക്കിടയിൽ ഏത് വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള കാര്യം ആ വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ നേരായ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ദർശനം നൽകുന്നത് ആ ഖുർആനാണ്, ആ വിശുദ്ധമായ അല്ലാഹുവിന്റെ കലാമാണ്. വഹബ്ലുല്ലാഹിൽ മതീൻ, ഏറ്റവും ബലിഷ്ഠമായ അല്ലാഹുവിന്റെ പാശമാണ് ആ ഖുർആൻ. ആ ഖുർആനാണ് നിങ്ങൾക്ക് എല്ലാ കുഴപ്പത്തിൽ നിന്നും മോചിതമാകാനുള്ള, രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ഖുർആൻ കാണുന്നവരാണോ നമ്മൾ? അത് ഓതുന്നവരാണോ നമ്മൾ? അത് പഠിക്കുന്നവരാണോ നമ്മൾ? വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ സദസ്സിൽ വെച്ച് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാലും തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് യാത്രയാകുന്നത്. നിങ്ങൾ ആ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി പിഴച്ചു പോവുകയില്ല, നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല. അതിലൊന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എങ്കിൽ രണ്ടാമത്തേതിന്റെ ചര്യയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. آمين. الحمد لله رب العالمين. لك الحمد يا ربي يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد.
اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة بركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح سادات البدر والله تعالى عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا وجميع المسلمين والمؤمنين بركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.